ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2-ലെ മൊഡ്യൂൾ ബേസ്ഡ് ക്ലാസ്സസുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിലെ 15 മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അലർജി. അപ്പോൾ അലർജിയെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പേനയും നോട്ട്ബുക്കൊക്കെ എടുത്തെന്ന് വിചാരിക്കുന്നു. ടോപ്പിക് ഈസ് അലർജി. അലർജൻസ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ അലർജി വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അലർജി എന്ന് പറയുന്നത് ഏത് ടൈപ്പ് റിയാക്ഷനാണ് വരുന്നതാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോസിബിലിറ്റി കൂടുതൽ. ഇത് ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് വരുന്നത്. യൂഷ്വലി നമ്മളിതിനെ അലർജിക് അല്ലെങ്കിൽ എക്ടോപിക് ഡിസോർഡേഴ്സ് എന്നാണ് വിളിക്കുക. അലർജിക് ഓർ എക്ടോപിക് ഡിസോർഡേഴ്സ്. അലർജിക് ഓർ എക്ടോപിക് ഡിസോർഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ അലർജി എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് അതുപോലെ ആന്റിജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ടൈപ്പ് 1 ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് എലിസിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ അതിന് കോസേറ്റീവ് ആയിട്ടുള്ള ആ ഒബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലർജൻസ് എന്നാണ് വിളിക്കുന്നത്. ആന്റിജൻസ് എലിസിറ്റ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് അലർജൻസ്. ഇനി കോമൺ ആയിട്ടും ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് അലർജി ഉണ്ടാക്കുന്ന അലർജൻസ് ആരൊക്കെയാണ്? മെനി അലർജൻസ് ഉണ്ട്. ഹൗസ് ഹോൾഡായിട്ട് ബന്ധപ്പെട്ട ഹൗസ് ഡസ്റ്റ്, പോളൻ ഗ്രെയിൻസ്, ആനിമൽ ഡാൻഡേഴ്സ് ഓർ മൗൾസ്. അതാണ് നമുക്ക് മെയിനായിട്ടും അലർജിക്ക് ഉണ്ടാക്കുന്ന കോസറ്റീവ് ഏജൻസുകൾ അല്ലെങ്കിൽ ആൻറ്റിജൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോളജിക്കൽ ടിഷ്യൂ റിയാക്ഷൻ ആണ്. ഇമ്മ്യൂണോളജിക്കൽ ടിഷ്യൂ റിയാക്ഷൻ. Which occurs rapidly. അപ്പോൾ ഈ അലർജിക് റിയാക്ഷൻസ് പറയുന്നത് which occurs rapidly, ഇപ്പം within minutes, 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് ഒക്കേഴ്സ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന റിയാക്ഷൻ എന്താണ്? മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ് നടക്കുന്നത് ഈ റിയാക്ഷൻ്റെ ഉള്ളിൽ? ആഫ്റ്റർ ദി ഇൻറ്ററാക്ഷൻ ഓഫ് ആൻറ്റിജൻ or allergen. Antigen means എന്താണ്? Which means allergen. With the IgE antibody on the surface of the mast cell, in a previously sensitized person. ഈ ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു ഫോറിൻ പാർട്ടിക്കിൾസ് ഓർ അലർജൻസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുമ്പോൾ നടക്കുന്ന ആഫ്റ്റർ ദ ഇൻട്രാക്ഷൻ ഓഫ് ദ ആൻറ്റിജൻ ഓർ അലർജൻ ഇതുമായിട്ടാണ് വിത്ത് IgE ആന്റിബോഡി ഓൺ ദ സർഫസ് ഓഫ് ദ മാസ്റ്റ് സെൽ ഇൻ എ പ്രീവിയസ്ലി സെൻസിറ്റൈസ്ഡ് പേഴ്സൺ. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ടൈപ്പ് റിയാക്ഷൻസ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ്? ഇപ്പോൾ ഈ ഇമ്മീഡിയറ്റ് ടൈപ്പ് ഓൾറെഡി പറഞ്ഞു, ഇത് ഇമ്മീഡിയറ്റ് ആണ്. അത് അതിന്റെ ഫസ്റ്റ് ഫീച്ചർ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ വിത്തിൻ 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ആന്റിബോഡീസ് എന്ന് പറയുന്നതാണ്. എന്താണ് ഇതിന്റെ ആന്റിബോഡീസ്? വിച്ച് ടൈപ്പ് ആന്റിബോഡി ഒക്കേഴ്സ്? അതാണ് IgE ആന്റിബോഡിയാണ് ഈ അലർജിക് റിയാക്ഷൻസിന്റെ ഇമ്മീഡിയറ്റ്. എല്ലാം ക്വസ്റ്റ്യൻ ഏരിയയാണ്. ഈ അലർജി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ഇതിന്റെ മറ്റൊരു പേരാണ് എക്ടോപിക് ഡിസോർഡേഴ്സ്. ആരാണ് അലർജി കോസ് ചെയ്യുന്നത്? അലർജൻസ് ആണ്. ഇത് എത്ര ടൈമിനുള്ളിൽ ഇതൊക്കെ ചെയ്യും? 5 to 10 മിനിറ്റ്സിനുള്ളിൽ ഒക്കെ ചെയ്യും. ഇത് ഏത് ടൈപ്പ് ഓഫ് ആന്റിബോഡിയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? IgE ആന്റിബോഡിയാണ് ഇത് മീഡിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഇത് എന്ത് സെൽസിനെയാണ് ബൈൻഡ് ചെയ്യുന്നത്? മാസ്റ്റ് സെൽസിനെയാണ് ഇത് ബൗണ്ട് ചെയ്യുന്നത്. ഓക്കെ.
നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ഓഫ് സം റിയാക്ഷൻസ്, അലർജി റിയാക്ഷൻസിന് എക്സാമ്പിൾ പഠിക്കണം. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. റൈസ് ചെയ്യണേ. നെക്സ്റ്റ് സം എക്സാമ്പിൾസ് ഓഫ് ടൈപ്പ് 1 അലർജിക് റിയാക്ഷൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 15th മോഡ്യൂളിൽ ഒരു 4-5 ടോപ്പിക് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്നത് 2 മാർക്ക്, മീൻസ് 2 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിരിക്കണം. നമുക്ക് സിമ്പിൾ ടോപ്പിക്കുകളൊക്കെ സ്കിപ്പ് ചെയ്യരുത്. ജസ്റ്റ് എന്താണോ പോയിന്റ് ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നത് അത് നോട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് എക്സാമ്പിൾസ് ഓഫ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അതിൽ ലോക്കലൈസ്ഡും ഉണ്ട്, സിസ്റ്റമാറ്റിക്കും ഉണ്ട്. ലോക്കലൈസ്ഡ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനും ഉണ്ട്. സിസ്റ്റമിക് ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ട്. ലോക്കലൈസ്ഡ് ടൈപ്പിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇസ് ബ്രോങ്കിയൽ ആസ്മ, hay fever or allergic rhinitis എന്ന് പറയും. അലർജിക് റൈനൈറ്റിസ്. നെക്സ്റ്റ് is allergic conjunctivitis. ഇതെല്ലാവർക്കും ഉള്ളതാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. അർട്ടിക്കേരിയ, atopic dermatitis or eczema. ഇതെല്ലാം എന്താണ്? ലോക്കലൈസ്ഡ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. അപ്പോൾ അലർജി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പിലാണ്? ഇമ്മീഡിയറ്റ് ടൈപ്പ് 1 റിയാക്ഷൻ ആണ്. അതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ലോക്കലൈസ്ഡ് ടൈപ്പ് 1, സിസ്റ്റമിക് ഉണ്ട്. ലോക്കലൈസ്ഡ് വരുന്നതാണ് ബ്രോങ്കിയൽ ആസ്മ, hay fever, അലർജി റൈനൈറ്റിസ്, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, അർട്ടിക്കേരിയ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് or eczema. സിസ്റ്റമിക് ടൈപ്പിൽ വരുന്നതാണ് അനാഫൈലാക്സിസ് റിയാക്ഷൻസ്. അതിന് ഡ്യൂ ടു സം റീസൺസ് അനാഫൈലാക്സിസ് ഡ്യൂ ടു ഏതൊക്കെ റീസൺസ് കൊണ്ടുവരാം? ഒന്ന് ആന്റിബയോട്ടിക്, മോസ്റ്റ് കോമൺലി പെൻസിലിൻ. Next is bee stings. Next is insect bite. Next is foreign proteins. Like Candida. Example. ഇപ്പോൾ സിസ്റ്റമിക് ടൈപ്പ് അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കാനുള്ള റീസൺസ് ആണ്. ഒന്ന് അനാഫൈലാക്റ്റിക് റിയാക്ഷൻസ് ആണ് അതിൽ വരുന്നത്. അനാഫൈലാക്സിസ് റീസൺ പറയുന്നത് സം ആന്റിബയോട്ടിക്സ് ലൈക്ക് പെൻസിലിൻ, ബീ സ്റ്റിങ്സ്, ഇൻസെക്ട് ബൈറ്റ്, ഫോറിൻ പ്രോട്ടീൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെമാൻഡിസിറ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിസ്റ്റമിക് ടൈപ്പ് 1 ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാക്കും. ഓക്കെ, ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ലിറ്റിൽ ബിറ്റ് കുറച്ച് കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.